ഡിവൈസ് മാസ്റ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഇവിടെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് ഐഫോൺ റിപ്പയറിങ്, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് റിപ്പയറിങ്, ചിപ്പ് ലെവൽ, അതോടൊപ്പം മാക് ബുക്കിൻ്റെ ചിപ്പ് ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും അറിയാം ഡിവൈസ് മാസ്റ്ററിലൂടെ. ഡിവൈസ് മാസ്റ്ററിൻ്റെ മാസ്റ്റേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് സിറാജ് സാറ്, ഒന്ന് റഹ്മാൻ സാറ്. എന്തൊക്കെയാണ് സിറാജ് റഹ്മാൻക്ക് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നത്. നമ്മളെ പ്രേക്ഷകർക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയാനും, അതേപോലെ തന്നെ ഇത് കാണുന്നത് മാക്സിമം മലയാളീസ് ആയിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലെ ആൾക്കാർ ഉണ്ടാവും ഈ ഒരു അപ്ഡേഷൻ ക്ലാസ് അല്ലെങ്കിൽ റെഗുലർ ബാച്ച് മാക് ബുക്കിനെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. കാരണം നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കുള്ള സ്റ്റേ ഇല്ല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളെ ബാച്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, റെഗുലർ ബാച്ചിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഒരു എക്സ്പ്ലനേഷന് എന്താണ് നിങ്ങളിവിടെ ചെയ്യുന്നതിൻ്റെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒന്ന് റെഗുലർ ബാച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത് 8 മാസത്തെ കോഴ്സാണ്. അതിൽ ടോട്ടൽ വരുന്ന അവർക്ക് 3 മാസം ഇവിടെ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 മാസം അവർക്ക് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ഏകദേശം അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവരെ നമ്മൾ തിരിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ആ 1 മാസമാണ് അവർക്ക് അപ്ഡേഷനും അതേപോലത്തെ മാക്കിൻ്റെ വിഷയങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം പുതിയ റെഗുലർ ബാച്ച് ആകുമ്പോൾ മക്കൾക്ക് കാര്യമായിട്ട് കൂടുതലൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ ഒരു 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുകയാണ്. അതിനുശേഷം 1 മന്ത് അവർക്ക് അപ്ഡേഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും അവരെ 2 മാസം നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിങ്ങിന് വേണ്ടി പറഞ്ഞേക്കും. അങ്ങനെ ടോട്ടൽ 8 മന്താണ് അവർ ആ കോഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ അപ്ഡേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് 20 ഡേയ്സാണ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ നമ്മൾ വേറെ ഒന്ന് കൊടുക്കുന്നത് മാക്കിൻ്റെത് നവംബറിലാണ് അല്ലേ സാറേ? നവംബറിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. മാക് ബുക്കിൻ്റെ കോഴ്സ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ സാർ? എന്തൊക്കെ കറക്റ്റ് വിവരങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തരും. ഇപ്പോൾ മാക് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലാപ്ടോപ്പ് ടെക്നീഷ്യന്മാർ വരാറുണ്ട്. അതുപോലെ തന്നെ എൻക്വയറി ഒരുപാട് വരുന്നുണ്ട്. അതിനകത്ത് മൊബൈൽ ടെക്നീഷ്യന്മാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ മാക് ബുക്കിൻ്റെ ബൂട്ട് സീക്വൻസ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഒരു മാക് ബുക്ക് വന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് നിന്ന് എടുത്തതിന് ശേഷം എങ്ങനെ ഒരു പവർ സപ്ലൈ വെച്ചിട്ട് ചെക്ക് ചെയ്യണം, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. അതെല്ലാം നമ്മളെ സിലബസിൽ ഇൻക്ലൂഡാണ്. അതിനകത്ത് T2 പോലത്തെ ചിപ്പുകൾ, അതുപോലെ തന്നെ CPU, നമ്മളെ VG മെഷീൻ വെച്ച് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലോവർ വെച്ച് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നല്ല ക്ലാരിറ്റി ആയിട്ട് ചെയ്യിപ്പിക്കണം. മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. VG മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ മെഷീനാണല്ലേ. അപ്പോൾ ഇതിൽ CPU കാര്യങ്ങളൊക്കെ മെഷീന് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്, കൈകൊണ്ട് ചെയ്യുന്ന 2 മെത്തേഡിലൂടെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് മെഷീൻ ഉപയോഗിച്ച് കേരളത്തിൽ അങ്ങനെ അത് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം മാക്കിന്റെ കേസിൽ കുറെ ഇപ്പോൾ നമ്മൾ സെയിം ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് കേരളത്തിൽ. പൊതുവെ ഈ പൂനെ, ഈ മഹാരാഷ്ട്ര ഭാഗത്താണ് കൂടുതൽ അയക്കാറ്, ഡൽഹി, ബോംബെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആവും. സിറാജ് സാറ് എങ്ങനെയാണ് ഈ ഒരു മേഖലയ്ക്ക് വന്ന്, അതായത് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് പഠിപ്പിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നമ്മളത് അറിയണമല്ലോ. ഇപ്പോൾ നമ്മളെ ഫീൽഡിൽ കുറേ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു, ഇപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു സ്ഥാപനം, ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ നമ്മളൊരു ക്വാളിഫിക്കേഷനും കാര്യങ്ങളുണ്ടല്ലോ. ഒരു ക്വാളിഫിക്കേഷൻ, ഈ പഠിപ്പിക്കുന്ന സാറന്മാരൊരു ക്വാളിഫിക്കേഷൻ, അത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ആർക്കും തുടങ്ങാവുന്ന ഒരു സംഗതിയായിട്ടാണ് ഇപ്പോൾ ഒരു അപ്ഡേഷൻ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത്, ഈ ഐഫോൺ റിപ്പയർ, ആൻഡ്രോയിഡ് റിപ്പയർ. അപ്പോൾ ഇത് എന്താണ് നമ്മൾ ഈ ഒരു മാസ്റ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, ഞാൻ ശരിക്ക് റേഡിയോ TV കോഴ്സായിരുന്നു മുമ്പ് ചെയ്യുന്നത്. പിന്നീട് റേഡിയോ, TV, കമ്പ്യൂട്ടർ, അങ്ങനെ 2 വർഷത്തോളം അതേ ഫീൽഡിലായിരുന്നു. പിന്നീട് ഞാൻ സെക്യൂരിറ്റി സിസ്റ്റം കമ്പനിയിൽ ഏകദേശം 1 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഈ മൊബൈൽ ഫീൽഡിലേക്ക് വന്നത്. ബേസിക് ഡീപ്പ് ഇലക്ട്രോണിക്സിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് ആദ്യം, പിന്നെയാണ് ഈ ഒരു മൊബൈൽ ഫീൽഡിൽ. ഇലക്ട്രോണിക്സ് ആണല്ലോ എല്ലാം അല്ലേ റഹ്മാൻ സാറ്? ഞാൻ ITI ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം TV-ൻ്റെ ഇതിൻ്റെ കുറച്ച് കാലം കടയിട്ട് നടന്നിരുന്നു. പിന്നെ 2006 ഞാൻ ബ്രിഡ്കോ പോയി ചേർന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2006 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 2018 പിന്നെ അപ്ഡേഷന് പോകുന്നത്. അപ്ഡേഷൻ വന്ന് വൈമാൻ സാർ എടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് പോയിട്ടുള്ളത് മലേഷ്യക്ക്.
പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ സന്ദീപ് സാറ് മറ്റേ അഹമ്മദ് സാറൊക്കെ ഇവിടെ വന്ന നെറ്റ്വർക്ക് അത് നമ്മൾ ഒരുമിച്ചാണ് പോയിട്ടുള്ളത്. പിന്നെ അവിടെ പോയി ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ സിറാജ് സാറിൻ്റെ ഈ പോസ്റ്റിൽ ഡിവൈസ് മാസ്റ്ററിൻ്റെ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് കാണുമ്പോൾ തന്നെ കൂടുതൽ തിയററ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചെടുക്കാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരുപാട് നമുക്ക് ഈ മേഖലയിലെ അപ്ഡേഷൻ അറിയണമല്ലോ. അപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? അതെനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അധിക ടെക്നീഷ്യന്മാർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്സാണ് വേണ്ടത്. ഇപ്പോൾ മൊബൈൽ സൊല്യൂഷൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചോദ്യം തന്നെ എങ്ങനെയാണ്, എൻ്റെ കയ്യിലൊരു ഫോണുണ്ട് ഡെഡായി, ഞാൻ എന്ത് ചെയ്യും? സൊല്യൂഷൻ. ഒരുപാട് ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ഫൈറ്റ് വരെ നടന്നിട്ടുണ്ട്. എൻ്റെ ഫോണ് ഡെഡാണ്, എന്താണ് സൊല്യൂഷൻ? ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ചെയ്തു. ഞാൻ മുമ്പൊരു തവണ പറഞ്ഞിരുന്നു നല്ലൊരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഫൈറ്റ് നടന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണ് വന്നു, അവർക്ക് എന്ത് ചെയ്യാണ്, എങ്ങനെയാണ് സർവീസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഏതെങ്കിലും യൂട്യൂബിലൊരു വീഡിയോ കാണുക, അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ടിപ്സ്, ആ ഒരു ബേസിൽ മാത്രമേ വർക്ക് എടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഓരോ കമ്പോണൻസിൻ്റെ വർക്കിംഗ്, കമ്പോണൻസിൻ്റെ ചെക്കിങ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ആ സെയിം ഡിവൈസ് അല്ല അതുപോലെ തന്നെ വേറെ ഡിവൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി സിമാറ്റിക്സ് ഡയഗ്രാം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സിമാറ്റിക്സുമായിട്ട് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഓരോ കംപ്ലൈൻറ്റും ഫൈൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു യഥാർത്ഥ ടെക്നീഷ്യൻ ആവൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ കുറേ IC റിമൂവ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. പിന്നെ ഇപ്പോൾ മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് iPhone 6 അതുപോലെ തന്നെ iPhone 5 ഏത് ഫോൺ നമ്മളെ സർവീസിന് കയ്യിലെത്തി കഴിഞ്ഞാലും അതിൻ്റെ USB-IC ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് എങ്ങനെയാണ് അവർ ചെക്ക് ചെയ്യാൻ അറിയില്ല. വെറും 200 രൂപ വിലയുള്ള ഒരു ടെസ്റ്റർ ഉണ്ട്, അത് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ USB-IC മാറ്റണോ മാറ്റണ്ടേ എന്നുള്ളത് അറിയാൻ പറ്റും. എത്ര ആൾക്കാരത് ചെയ്യുന്നുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സൊല്യൂഷൻസ് ആണ് വേണ്ടത്. എന്നിട്ട് ആവശ്യമില്ലാതെ കസ്റ്റമറെ ഫോൺ എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് ഒന്നിനും പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റി ലാസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ കറക്റ്റ് റൂളിൽ അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ബൂട്ട് സീക്വൻസ് പ്രകാരം അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ടൊരു സെറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വരുന്ന അധിക വർക്കുകളും ഷോപ്പ് റിട്ടേൺ വർക്കുകളായിരിക്കും. അതിലാദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ ഒറിജിനൽ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യണം. പിന്നെ ഈ ടെക്നീഷ്യൻ ചെയ്ത വർക്ക് സോൾവ് ചെയ്യണം. 2 വർക്ക് വരികയാണ്. ഒരവസ്ഥയാണ്. അത് മാറ്റം വരുത്തണം എന്നുള്ളൊരു താല്പര്യത്തോടെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്തിനു കൊടുക്കുന്നത്, തിയറിക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സൊല്യൂഷന് ഇപ്പോൾ നിങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ തേടി പോവാണ്ട് സ്വയം സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണം. നിങ്ങളാവണം സൊല്യൂഷന്. നിങ്ങൾ ഒരിക്കലും സൊല്യൂഷൻ തേടി പോകാൻ പാടില്ല. ആ ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഈ WLന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റീച്ച് ആ വീഡിയോ ഒക്കെ ഉണ്ട്. കാരണം ഈ ഒരു ടൈപ്പ് പഠനം ആൾക്കാർക്ക് ആവശ്യമാണെന്നില്ലതിനെ ഒരു തെളിവാണ് ആ ഒരു വീഡിയോ എത്ര റീച്ച് ആയത്. അതിനുശേഷം നിങ്ങൾക്ക് WL ആരോ അയച്ചെന്നൊക്കെ പറഞ്ഞു റിപ്പയർ ചെയ്യാൻ ഡിവൈസ് വന്നിട്ട് ഇപ്പോൾ ഒരാളെ ശരിക്കും എന്താ പറയുക, എല്ലാത്തിൻ്റെയും ഒരു ഈ iPhone ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇലക്ട്രോണിക് ഡിവൈസ് പറയുന്നത് ഏറ്റവും ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ഈ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഏത് കമ്പോണൻ്റാണ് ഡാമേജ് എന്ന് വരെ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറണമെന്നുണ്ടെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. നിങ്ങളൊരു വോൾട്ടേജിന്റെ ഒരു ഓക്കെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ വേറെ ആരും അങ്ങനെ ചെയ്യണ കണ്ടിട്ടില്ല. അപ്പോൾ കാരണം അവർക്ക് മനസ്സിലാവണം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ബൂസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നു, ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് കപ്പാസിറ്റർ മാറ്റി വെക്കുന്നു, ഡയോഡ് മാറ്റി വെക്കുന്നു, ഇങ്ങനെയാണ് ഓരോരുത്തർ ഓരോന്ന് റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലാവണം ബൂസ്റ്റ് സർക്യൂട്ടിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ സർക്യൂട്ട് ഉള്ള ഓരോ കമ്പോണൻസ് എടുത്തിട്ട് എന്ത് ചെയ്തു അവരെ കൊണ്ട് അതിൽ തന്നെ ഫിക്സ് ചെയ്ത് ഓരോന്ന് റിമൂവ് ചെയ്ത് ഫിക്സ് ചെയ്ത് അവർക്ക് കറക്റ്റ് മനസ്സിലായി എങ്ങനെയാണ് ബൂസ്റ്റിങ് നടക്കുന്നത് എന്നുള്ളത്. ഇനി ഏത് സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ അഥവാ അതിൽ കിട്ടില്ല. അപ്പോൾ ആ WL തന്നെ ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊരു IC മിസ്സിങ് ആയിരുന്നു, ഇവിടെ മാർക്കറ്റിലില്ല. അവസാനം ഞാൻ വേറെ ബക്ക് സർക്യൂട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് മനസ്സിലായി എങ്ങനെയാണ് അവിടെ വോൾട്ടേജ്. അവരെന്നെയാണ്, ഞാനല്ല അതിൽ വർക്ക് എടുത്തത്. റെഗുലറിൽ വരുന്ന കുട്ടികളാണ് എന്ത് ചെയ്തത്, ആ നിഷ എന്ന് പറഞ്ഞാൽ അവനാണ് അത് എന്ത് ചെയ്തത് ഫുൾ വർക്ക് എടുത്തത്. ഞാൻ പറഞ്ഞു ഓരോന്നിങ്ങനെ ജസ്റ്റ് ഗൈഡിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഡിവൈസ് ഫുള്ള് ക്ലിയർ ചെയ്ത് പാക്ക് ചെയ്ത് കൊറിയർ വരെ അയച്ചത് അവനാണ്.
അതാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡിവൈസ് മാസ്റ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വ്യത്യസ്തമായി നിൽക്കുന്നത് അല്ലേ. ഇനി എന്താണ് നിങ്ങൾക്ക് പുതിയ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരാളെ ട്രെയിനിങ്ങിന് പറഞ്ഞേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താ അവരെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ വെറും ടെക്നീഷ്യൻ മാത്രമല്ല. ഇപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു കസ്റ്റമറായിട്ട് എങ്ങനെ ഇത് ചെയ്യണമെന്നില്ല അല്ലേ, കസ്റ്റമറായിട്ട് എങ്ങനെ ഇടപെടണമെന്നും അതുപോലെ തന്നെ ആ കടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സെയിൽസ് എങ്ങനെയാണ് നടത്താറ്, സർവീസിന് വാങ്ങിക്കുമ്പോൾ പൈസ എങ്ങനെയാണ് പറയാറ്, എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് എല്ലാ രീതിയിലും. ഇപ്പോൾ ഒരു കടയിൽ അവൻ കയറി കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തം കട പോലെ കൊണ്ട് നടക്കണം. അത് ചിലപ്പോൾ തുറക്കുന്ന ടൈമിൽ അടിച്ചൂരി തുറക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ കടയിൽ അവൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും A to Z ആ കട അവൻ്റെ രൂപത്തിൽ അവൻ്റെ സ്വന്തം കട എന്നുള്ള രീതിയിൽ അല്ലേ. ഞാൻ ഒരു ശമ്പളക്കാരനാണോ, എനിക്ക് കിട്ടുന്ന പൈസക്ക് മാത്രമല്ല ജോലി ചെയ്യുക, ഞാൻ CPU ചെയ്യുന്ന ആളാണ് എന്ന് കരുതി ഞാൻ വലിയ വലിയ ഫോൺ മാത്രമേ, ഫോൺ അയക്കില്ല, അങ്ങനെ കുറേ നിർബന്ധം പിടിക്കുന്ന ടെക്നീഷ്യന്മാരുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാ വർക്കുകളും ഞാൻ തന്നെ ചെയ്യുന്നുള്ള ഒരു താല്പര്യം കൂടി കാണിക്കും. പേഷ്യൻസ് മസ്റ്റ് ആണ്. അപ്പോൾ അവന് നല്ലൊരു സംരംഭകനായി മാറാൻ പറ്റുള്ളൂ. ഒരു ടെക്നീഷ്യൻ മാത്രമായി ഒരു എന്റർപ്രണർ കൂടി അതാണ് മെയിൻ. അതെ അതെ, എല്ലാ കാലവും ടെക്നീഷ്യനായിട്ട് നിൽക്കാൻ എല്ലാവർക്കും കഴിയൂല അല്ലേ. അപ്പൊ ആ ഒരു ട്രെയിനിങ്ങും ഇവിടെ ഡിവൈസ് മാസ്റ്റർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്ന കടകൾ നമ്മളെ തന്നെ കടകളിലും അതേപോലെ തന്നെ നമ്മൾ വേണ്ടപ്പോൾ അത്രയും നല്ല കൂടുതൽ വർക്കുള്ള കടകളിലൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ പോകുന്ന ആൾ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചു വരാൻ നല്ല രീതിയിലാണ് അല്ലേ എന്ന് കരുതി വെറും ഒന്നും ചെയ്യാത്ത ഷോപ്പിലേക്ക് നമ്മൾ ഒരിക്കലും വിടില്ല. വർക്ക് നല്ല വർക്കിലോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് പഠിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയത് അതാണ് മെയിൻ. നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. എന്താണ് ക്വാളിഫിക്കേഷന്? ഇൻട്രസ്റ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഇത് പഠിക്കാനുള്ളത് ബാക്കി നമ്മൾ പഠിപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹാൻഡ് സ്കില്ലും അതുപോലെ തന്നെ തിയറിയും എന്താകുന്നുണ്ട് ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അല്ലാതെ ഒരു ദിവസം തിയറി കൊടുത്ത് പിന്നെ അടുത്ത ദിവസം അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നില്ല. എന്താണോ കൊടുക്കുന്നത് അതിന്റെ പ്രാക്ടിക്കൽ അന്ന് തന്നെ നമ്മൾ കൊടുക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ അവരെ മൈൻഡിലേ നിൽക്കും. ഇപ്പൊ എന്താണ് എന്ത് സർക്യൂട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിന്റെ ഫസ്റ്റ് തിയറി കൊടുത്തിട്ട് അതിന്റെ പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ തിയറി വെച്ചിട്ട് അവരുണ്ടാക്കണം. ഈ സ്കീമാറ്റിക്സും സർക്യൂട്ടും ഒക്കെ കുട്ടികളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചു അവരെ കൊണ്ട് വരപ്പിക്കും. കാരണം ഈ പുതിയ ഇപ്പോൾ ഐഫോണിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ സ്കീമാറ്റിക്സ് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പുതിയ ICസും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ അവരെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് അവർക്ക് ആ ബേസിക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അവരെ കൊണ്ടൊരു ഇപ്പൊ പറഞ്ഞല്ലോ സാർ നേരത്തെ പറഞ്ഞു ബൂസ്റ്റ് സർക്യൂട്ട് ഉണ്ടാക്കുന്നത് അത് അവർ വരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് വരച്ചിട്ട് അവർ നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഇതും കൂടി കൊടുക്കുമ്പോൾ അവരെ മൈൻഡിൽ കയറും. മറ്റേത് വിട്ടുപോകും, പിന്നെ ഓർമ്മ കിട്ടൂല. അപ്പൊ അവരെന്നെ നോക്കിയിട്ട് ചെയ്യലാണ്. പുതിയ മക്കള് നിങ്ങൾ ടിപ്സ് അതേപോലെ CPU മാത്രം ആ ഒരു ഇതിൽ പോയി അങ്ങനെ ഒരിക്കലും ട്രാപ്പിൽ പെടരുതെന്നാണ്. അതാണ് മെയിൻ ആയിട്ട്. കാരണം അതിന് ഒരു ലൈഫില്ല. അത് വിളിക്കുന്നവർക്ക് അതാണ് നമ്മൾ പറയുന്നത്. ഇത്ര ഇപ്പൊ നമ്മൾ അവിടെ ഇവിടെ കൊണ്ടേ കൊടുത്തു എന്നുള്ളത്. പക്ഷെ അതെന്താന്ന് വെച്ചാല് കുറെയൊക്കെ മക്കളെ പ്രശ്നമുണ്ട്. അവർ ഫസ്റ്റ് കറക്റ്റായിട്ട് എൻക്വയറി ചെയ്തിട്ട് വേണം പോകാൻ. ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അവരെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അന്നെ പഠിച്ചിറങ്ങി ചെക്കന്മാരോട് ചോദിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നേരിട്ട് അന്വേഷിക്കണം. റഹ്മാൻ സാർ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നോണ്ട് ഉദ്ദേശം. കാരണം കുറെ ആൾക്കാർ പോയി പെടുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ എക്സാക്ട് എവിടെ പോയി പഠിക്കാൻ എന്നുള്ളൊരു ചോദ്യം. കാരണം ഇതിലെന്താ വെച്ചാൽ കുറെ പേര് പൈസ ഉണ്ടായിട്ടല്ല പഠിക്കുന്നത്. കുറേ പണ്ടം വെച്ചു അങ്ങനെ പല പല ബുദ്ധിമുട്ടിലാണ് അവർ പഠിക്കാൻ വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ മുഴുവൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും കൊടുക്കണ്ടേ. EMI സൗകര്യം വരെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവൈലബിൾ ആണ്. അതെ, EMI വരെ കൊടുക്കുന്നുണ്ട്. മക്കൾ വലിച്ച് കയറ്റുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് ഇപ്പൊ ചില സ്ഥാപനങ്ങൾക്ക് ഫ്രീ ട്രയൽ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ സൗകര്യം ഇവിടെ ഉണ്ട് ഡിവൈസ് മാസ്റ്റർ. അത് എങ്ങനെയാണ്? എത്ര ദിവസം? അവർക്ക് ഫസ്റ്റ് 3 ദിവസം ഇവിടെ വന്ന് ഇരുന്നിട്ട് നോക്കാം അവർക്ക് പറ്റുന്ന പരിപാടിയാണോ അല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ അത് അപ്ഡേഷൻ ആണെങ്കിലും ശരി റെഗുലർ ആണെങ്കിലും ശരി രണ്ടാക്കും വന്ന് ഇരുന്ന് നോക്കാം. ഞാനത് ചോദിക്കാൻ കാരണമുണ്ട്. കാരണം മേ ബി ചില കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അവർക്ക് ഡയറക്റ്റ് വന്ന് ഒരു 3 ദിവസം ട്രയൽ അടിച്ച് ഓക്കെ എന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ ഈ ഫീൽഡിലേക്ക് വരരുത്. അതുകൊണ്ട് എന്താ വെച്ചാല് അത് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ആ പൈസ മുടക്കുന്നതിനൊരു ഉപകാരം ഇല്ലാതെ പോകും.
ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാണ് ഇൻട്രസ്റ്റ് വേണ്ടത്. അത് നമ്മൾ തീർച്ചയായും നോക്കാൻ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ അങ്ങനെ വന്നിരിക്കാൻ നമ്മൾ ഫീസോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല, ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. 3 ദിവസം. അത് ജസ്റ്റ് ഓഫീസിൽ വിളിക്കുക, താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കാരണം നിങ്ങൾക്ക് ബുക്കിംഗ് വേണമല്ലോ, ഇവിടെ സീറ്റ് അവൈലബിൾ ആണെന്നുള്ളത് മുൻകൂട്ടി അല്ലേ, മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡിവൈസ് മാസ്റ്റർ എന്താണെന്നും സാറുമാരുടെ ക്വാളിഫിക്കേഷനും ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് അല്ല, ഇവിടെ പഠിപ്പിക്കുന്ന എന്തൊക്കെ പഠിപ്പിക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അറിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഡിവൈസ് മാസ്റ്ററിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എന്തിനാണ് ഈ ഡിവൈസ് മാസ്റ്റർ സ്ഥാപനം തുടങ്ങിയത്? നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ട എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സൊല്യൂഷൻസ് ആയിക്കോട്ടെ, എന്ത് നമ്മൾ എടുക്കുന്നത് ചൈനയിൽ നിന്നാണ്. എന്തുകൊണ്ട് അത് നമ്മളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൂടാ? അങ്ങനെ ഒരു ടീമിനെ ഇവിടെ വളർത്തിയെടുത്തുകൂടാ? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് ടെക്നീഷ്യന്മാർക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ്സ് കൊണ്ടുവരിക, അതിനുള്ള ഒരു വലിയൊരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം. അത് നമ്മളിപ്പോൾ എന്ത് സംഗതിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ്, ടെക്നോളജി ആയിക്കോട്ടെ ഇങ്ങനെ സംഗതികളൊക്കെ. അപ്പോൾ ഇവിടുന്ന് തന്നെ ഒരു ടീം ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ നമ്മൾ ഇന്ത്യൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലേ, ഇന്ത്യൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഡിവൈസ് മാസ്റ്റർ. മാഷാ അല്ലാഹ് നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു വീക്ഷണം ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇനി എന്താണ് എനിക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല. കാര്യമൊന്നും പറയാനാണ്. ഞാൻ നിർത്തണം, നിർത്തിയാൽ മുടച്ച് പരിപാടി കൊണ്ട്